ഹലോ, നമ്മൾ സഷാസ് ഫേവറേറ്റ് സ്നാക്ക് എന്നുള്ള പാഠഭാഗം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ അമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകാറുണ്ടെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരു കിച്ചൺ ഓർക്കസ്ട്രയാണ് നടക്കുന്നത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാലോ. ആക്ടിവിറ്റി നമ്പർ 12. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ. റൈറ്റ് ദെം ബിലോ. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചറിലേക്കൊന്ന് നോക്കിയേ, കണ്ടില്ലേ? മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ. നിങ്ങളുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങളുടെയൊക്കെ, കുറച്ച് കയ്യിൽ അതുപോലെ പാത്രങ്ങളുടെയൊക്കെ പേര് നമുക്ക് എഴുതാം. അതുപോലെ വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. ഇതിലെന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ കിച്ചണിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് എഴുതണം. ഇവിടെ ഒരു കിച്ചൺ ഓർക്കസ്ട്രയാണ് നടക്കുന്നത്. ഇവർ വീട്ടിലത്തെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ആയിട്ട് പാട്ട് പാടുന്നുണ്ട്, അതുപോലെ കുറേ മ്യൂസിക്കൊക്കെ വായിക്കുന്നുണ്ട്. വയലിൻ, അതുപോലെ ഗിറ്റാർ, എന്തൊക്കെയോ അവരുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇത് നോക്കിയേ, ഇതെന്താ സാധനം? ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് പ്രഷർ കുക്കർ. ഇവിടെ ഒരു സാധനം കാണാറുണ്ടോ? നിങ്ങളെല്ലാം തറ തുടയ്ക്കുന്ന സമയത്ത്, നിലം തുടയ്ക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. മോപ്പാണിത്. ഈ കുട്ടി എന്തിലാണ് ചെണ്ട കൊട്ടുന്നത്? നിങ്ങളൊക്കെ ക്ലാസ്സിൽ ചെണ്ട കൊട്ടാറില്ലേ? ഇതാണ് ബക്കറ്റ്. ബക്കറ്റിലാണ് ഈ കുട്ടി ചെണ്ട കൊട്ടുന്നത്. ഇവിടെ കുറച്ച് മൺപാത്രങ്ങൾ കാണാം. ഇതാ, ഈ കുട്ടീൻ്റെ കയ്യിലൊരു മൺപാത്രമുണ്ട്, ഇവിടെ ഒരു മൺപാത്രമുണ്ട്. ഇതിനൊക്കെ എന്താ പറയുക? എർത്തൻ വെയേഴ്സ്. ഇവിടെ ഈ കുട്ടി കുറേ പാത്രങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് ജാസ് കൊട്ടുന്നത്. ഈ സാധനത്തിന് എന്താ പറയുക? നമ്മുടെ അരിയൊക്കെ വയ്ക്കുന്ന പാത്രമാണ്. അതിന് റൈസ് പോട്ട് എന്ന് പറയും. ഇവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താ? സ്പൂൺസാണ് ഇതൊക്കെ. ഈ രണ്ട് കുട്ടികളുടെ ഓരോ ചട്ടുകം കണ്ടോ? ഇതിനെന്താ പറയുക? ഇതാണ് സ്പെച്ചുലാസ്. സ്കൂളിലൊക്കെ നമുക്ക് ചോറ് വിളമ്പുന്ന ഒരു കയ്യിലുണ്ട്. ഈ കുട്ടീൻ്റെ കയ്യിൽ കണ്ടോ? ഈ കയ്യിലിന് എന്താ പറയുക? ഇതാണ് ലാഡിൽ. ഇതെന്താ സാധനം എന്ന് കണ്ടോ? ഈ പയ്യൻ എന്തിലാണ് ഗിറ്റാർ വായിക്കുന്നത്? ഇതാണ് കോക്കനട്ട് സ്ക്രാപ്പർ. നമ്മുടെ വീട്ടിൽ ചിരവ പറയുന്ന സാധനം. ഈ പിക്ചറിലുള്ള അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറേ അധികം സാധനങ്ങളുടെ, കുറേ കിച്ചൺ യൂട്ടൻസിൽസിൻ്റെ പേര് പറഞ്ഞു. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ. സ്റ്റൗ. ഇതിലേതാ സ്റ്റൗവ്? ഇതാണ് സ്റ്റൗവ്. എർത്തൻ വെയേഴ്സ്, മൺപാത്രങ്ങൾ. ഇതും ഒക്കെയാണ് മൺപാത്രങ്ങൾ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങൾ. സ്പെച്ചുലാസും നമ്മൾ കണ്ടു. ഇതാ, ഈ കുട്ടികൾ വയലിൻ വായിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സ്പെച്ചുലാസ്. അത് കഴിഞ്ഞാൽ റൈസ് പോട്ട്. ഈ കുട്ടി ഇതാ അവിടെ ഡ്രംസും ജാസും ഒക്കെ കൊട്ടുന്നുണ്ട്. ഇതാണ് റൈസ് പോട്ട്. അത് കഴിഞ്ഞാൽ കോക്കനട്ട് സ്ക്രാപ്പർ എന്താ? ചിരവ. ഇതാ, ഈ പയ്യന് ഇതവിടെ ഗിറ്റാർ വായിക്കുന്നു. ഇതാണ് ചിരവ. മോപ്പ്. ഇതാ, നിലം തുടയ്ക്കുന്ന ഈ ഒരു സാധനത്തിനാണ് മോപ്പ് എന്ന് പറയുക. ലാഡിൽ. ഈ പയ്യൻ ജാസ് കൊട്ടുന്ന ഈ സാധനത്തിനെയാണ് ലാഡിൽ എന്ന് പറയുക. നമ്മൾ സ്കൂളിൽ കറി വിളമ്പാനും ചോറ് വിളമ്പാനും ഒക്കെ ഉപയോഗിക്കാറില്ലേ. അത് കഴിഞ്ഞാൽ കുക്കർ. ഈ കുട്ടീൻ്റെ അടുത്ത് കണ്ടില്ലേ, ഈ സാധനമാണ് കുക്കർ. ബക്കറ്റുണ്ട്. ഈ കുട്ടി അവിടെ ചെണ്ട കൊട്ടുന്ന ബക്കറ്റിൽ. അത് കഴിഞ്ഞാൽ സ്പൂൺസ്. ഇവിടെ കുറേ സ്പൂൺസ് തൂക്കിയിട്ടിരിക്കുന്നു. ഇതിനൊക്കെയാണ് സ്പൂൺ എന്ന് പറയുക. ഇതെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതും എഴുതണം. ഇനി നിങ്ങൾ അടുക്കളയിലൂടെ ഒക്കെ നടന്ന് ഇനി വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും യൂട്ടൻസിൽസിൻ്റെ ഒക്കെ പേരും ഇവിടെ ചേർക്കാൻ ശ്രമിക്കുക.